ഇപ്പോൾ ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ ചേരുന്നുണ്ട്. നോക്കൂ, ഈ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലെ ഇപ്പോൾ ദുരിതബാധിതരാണ്. അവർക്ക് ഭക്ഷണം എത്തുന്നില്ല. എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ ഉടൻ? കേൾക്കാമെങ്കിൽ. ചങ്ങനാശ്ശേരിയിലെ മുൻ MLA ആണ്. മുൻ MLA ജോബ് മൈക്കിളാണ്. ഇപ്പോഴത്തെ MLA അല്ല. ഇന്നലെ ഭക്ഷണം കിട്ടിയില്ലെന്ന് പറഞ്ഞ പൊഴുവാത് പ്രദേശത്ത് ഞാൻ തന്നെ കൊണ്ടുവന്ന് 80-ലധികം ആളുകൾക്ക് 100ഓളം ആളുകൾ ഭക്ഷണപ്പൊതി ഞാൻ കൊടുത്തിരുന്നു. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് തികഞ്ഞ അലംഭാവമാണ്. അവിടെ കൃത്യമായി ക്യാമ്പിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നില്ല. പല ടൗൺ സ്കൂളിലും ഇതുവരെയായിട്ടും ഭക്ഷണം കിട്ടിയില്ല. ഇപ്പം ഉച്ചയ്ക്ക് 2 മണിയായിട്ടും ഭക്ഷണം കിട്ടിയിട്ടില്ല. അത് തികച്ചും അധികാരികളുടെ അലംഭാവമാണ്. അവര് വളരെ കാര്യമായിട്ട് നോക്കുന്നില്ല, ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇതൊരു ഏകോപനത്തിൽ വലിയ വീഴ്ചയുണ്ടല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കുക? ഇന്നലെ ഞാൻ നേരിട്ട് പോയി ജോബ് മൈക്കിൾ മുൻ MLA എന്നുള്ള രീതിയിൽ പുഴവാത് ക്യാമ്പിലുണ്ടായിരുന്ന 100ഓളം അടുത്ത് വരുന്ന ആളുകൾക്ക് രാവിലെ ഭക്ഷണപ്പൊതി ഇഡലിയും അതുപോലെ തന്നെ മുട്ടയും ഇന്നലെ ഞാൻ നേരിട്ട് വിതരണം നടത്തി. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലെങ്കിലും അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല, ഏകോപനമില്ല, കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല. അതാണ് ഇപ്പം വന്നിരിക്കുന്ന വലിയ പാളിച്ച. വളരെയധികം നന്ദി. ഏതായാലും ഇപ്പോൾ വിനു ജോബാണ്, ചങ്ങനാശ്ശേരി MLA വിനു ജോബാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ചങ്ങനാശ്ശേരി മുൻ MLA ആണ് സംസാരിച്ചത്. ജോബ് മൈക്കിൾ, ഇവിടെ ഒരു ഏകോപനമില്ല, ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഏകോപനമില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലാ ഭരണകൂടം, ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ തന്നെ ശക്തമായി പ്രവർത്തിക്കാത്തൊരു സാഹചര്യമുണ്ട്. അഖിൽ, എന്താണ് ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഇവർക്ക് എങ്ങനെ ഭക്ഷണം എത്തിക്കാനാകും? അവിടെ നമുക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവരെ നമുക്ക് നേരിട്ട് ഈ വിഷയം അറിയിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതായത് സുനിൽ, ഈ വിഷയത്തിൽ ഇതിന്റെ ചുമതല അല്ലെങ്കിൽ ക്യാമ്പ് വരുമ്പോൾ ആ ക്യാമ്പിന്റെ ചുമതല എന്ന് പറയുന്നത് അതായത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. അതായത് എവിടെയാണോ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ആ ക്യാമ്പിന്റെ ചുമതല എന്ന് പറയുന്നത്. ഇത് കോട്ടയം ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ വരുന്ന സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഇത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്കായിരുന്നു ഇതിന്റെ ചുമതല എന്ന് പറയുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ, അതായത് ഒരു മതിൽക്കെട്ട് അപ്പുറത്ത് മറ്റൊരു ക്യാമ്പ് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് പോയി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആവശ്യമാണ് പറഞ്ഞത്. പക്ഷേ അവർ അപ്പുറത്തേക്ക് പോകുന്നില്ല. അതായത് കുട്ടികളെ അടക്കം കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെ അവർ സ്വീകരിക്കുന്നതാണ്. തുടർന്നാണ് ആ വിജിലൻസ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ നൽകാമെന്നൊരു ഉറപ്പ് ഇവർക്ക് നൽകിയത്. പക്ഷേ ഇപ്പോഴും നമ്മൾ സമയം 2 മണി പിന്നിരിക്കും. നമ്മൾ ഈ വാർത്ത നൽകി തുടങ്ങുന്നത് ഏകദേശം 1:30 കൂടിയാണെന്നുള്ളതാണ്. തൊട്ടുമുമ്പ് അല്പസമയം മുമ്പ് ചങ്ങനാശ്ശേരിയുടെ മുൻ MLA ആയിട്ടുള്ള ജോബ് മൈക്കിൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട MLAയുടെ പ്രതികരണം വരാതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുനിസിപ്പാലിറ്റിക്കാണ് ഇതിന് ചുമതല. മുനിസിപ്പാലിറ്റി എന്നുള്ള അധികൃതരായാലും എത്തണം. വില്ലേജ് ഓഫീസർ മാത്രമാണ് ഇതുവരെ എത്തിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഇതുവരെ വന്നിട്ടുണ്ടോ? ഇതുവരെ വീടുകൾ വന്നിട്ടില്ല. എനിക്കറിയാമില്ല, നമുക്ക് വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. വന്നിട്ട് ഈ വില്ലേജ് ഓഫീസർ മാത്രമാണ് വില്ലേജ് ഓഫീസർ മാത്രമേ വന്നിട്ടുള്ളൂ.